നമസ്കാരം. PV അൻവറിന്റെ UDF പ്രവേശന സാധ്യതയെ വ്യക്തമാക്കി സതീശൻ രംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിനെ UDFിൽ എടുക്കുന്നത് സംബന്ധിച്ച് മറ്റു ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യും. അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്നും സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസുമായും UDFുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ അൻവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിലായിരിക്കുമെന്ന് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്കാര്യം പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷം ഉടൻ തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു. UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണ പിന്തുണ നൽകുമെന്ന് അൻവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് അൻവറിന് മുന്നിൽ ഒരു നിർദ്ദേശവും വെച്ചിട്ടില്ല. സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ രീതി ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്. അൻവറിന്റെ പിന്തുണ നിലമ്പൂരിൽ ഗുണം ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. എന്ത് വിഷയമുണ്ടായാലും മതപരമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പഹൽഗാം വിഷയത്തിൽ സതീശൻ പ്രതികരിച്ചു. കാശ്മീരിലെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയാണോ ഇന്ത്യയിലെ തന്നെ സംഘടനയാണോ എന്ന് അന്വേഷണം നടത്തി കേന്ദ്ര സർക്കാരാണ് പറയേണ്ടത്. അതിനു മുമ്പ് ചർച്ച നടത്തി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ ആക്രമണം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ ഭീകരവാദികളാണെന്ന് പറയുന്നത് ശരിയല്ല. ഗുജറാത്തിൽ കലാപം നടത്തിയതിന്റെ പേരിൽ ഹൈന്ദവരെല്ലാം ഭീകര സംഘടനയാണെന്ന് പറയാൻ സാധിക്കുമോ? പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയാണ് എല്ലായിടത്തും ഉള്ളത്. ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോരുത്തർ ചാടി വീഴുകയാണ്. മുനമ്പം വിഷയത്തെ പോലും വർഗീയമാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. രാജ്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് കാശ്മീരിൽ ഉണ്ടായത്. അതിനെ ശക്തമായി അപലപിക്കുകയും അത്തരം ശക്തികളെ ഇല്ലാതാക്കുകയുമാണ് വേണ്ടതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു.